ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഹെൽത്തി ആയിട്ട് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റമാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഇതാ ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഒലീവ് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും ചേർക്കുന്നുണ്ട്. രണ്ടും ഓരോ ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഇനി ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഇതും നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നാടൻ രീതിയിലാണ് കേട്ടോ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത്. ഇതിലോട്ട് ഇനി തക്കാളി നീളത്തിൽ കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. 3 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ചെറിയ ടീസ്പൂണാണ് കേട്ടോ. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണും കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലകളൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു മസാല പൗഡറിൻ്റെ ഒക്കെ പച്ച സ്മെല്ല് മാറുമ്പോൾ നമുക്ക് ഇതിലോട്ട് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചധികം തന്നെ ബേബി കോണാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തതാണ് കേട്ടോ. കൂടെ തന്നെ കുറച്ച് മഷ്റൂം എടുത്തിട്ടുണ്ട്, നമ്മുടെ കൂണ്. അപ്പോൾ ഇത് ഫ്രോസൺ ആണ് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറും ഈ ഒരു സോഫ്റ്റൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഇതേപോലെ ഉണ്ടാവും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നല്ല ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മഷ്റൂമും ബേബിക്കോണൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതാ മുട്ട പുഴുങ്ങിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തതാണ്. നമ്മൾ ബോയിൽ ചെയ്ത് എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ 3 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. മുട്ടയും ബേബിക്കോണും മഷ്റൂമും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ലഞ്ചിൻ്റെ കൂടെയൊക്കെ റൈസിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇനി ഡയറ്റൊക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ ഇത് മാത്രം കഴിച്ചാലും മതി. വേറെ ചപ്പാത്തിയോ ചോറോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം ഒരു ബൗൾ കഴിച്ചാൽ മതി. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മസാലകളൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കി എടുത്താൽ മതി. ഇതിലോട്ട് ഫൈനലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കാം കേട്ടോ. ഞാനിപ്പോൾ മല്ലിയില ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.